ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മീൻ മുളകിട്ടത്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർക്കണം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് നെടുകെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായി അരിഞ്ഞെടുത്ത കുടംപുളിയാണ്. ഇനി കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കാം. തക്കാളി പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഇപ്പോൾ ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ മസാലകളുടെ എല്ലാ റോസ്മെൽ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സായി വരാൻ വേണ്ടി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ മസാലകളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം ചൂതാനാണ് എടുത്തിട്ടുള്ളത്. മീൻ ഈ കറിയിൽ നന്നായി മുങ്ങിക്കിടക്കണം. എങ്കിലേ എരിവും പുളിയും മസാലകളെല്ലാം മീൻ കഷ്ണത്തിൽ പിടിക്കുകയുള്ളൂ.
ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അയില, മത്തി പോലുള്ള ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി സെർവ് ചെയ്യാൻ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.